ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് പാർട്ട് 17ലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. Manipulation of DNA in genetic engineering became possible due to the discovery of manipulation of DNA in genetic engineering became possible due to the discovery of റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്? അതായത് മാനിപ്പുലേഷൻ ഓഫ് DNA എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് മീനിങ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണല്ലേ. അതായത് ജീനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക, അതാണല്ലോ ജനറ്റിക് എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് സാധ്യമാക്കാൻ നമ്മൾ എളുപ്പമാക്കുന്നത് ഏതാണ്? ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. വായിച്ചു നോക്കാം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആർ ബാക്ടീരിയൽ എൻസൈംസ് ദാറ്റ് ക്ലീവ് ഡബിൾ സ്ട്രാൻഡഡ് DNA. Okay, restriction enzymes can be isolated from bacterial cells and used in the laboratory to manipulate fragments of DNA such as those that contains genes. അപ്പം എന്താണ് ഈ DNA ഫ്രാഗ്മെന്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറഞ്ഞിട്ട്, വിച്ച് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദി ബാക്ടീരിയൽ സെൽസ്. ഓക്കെ, അപ്പൊ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്നും പറയുന്നത്. അത് മോളിക്കുലാർ സിസേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലേ? അത് നമുക്ക് അറിയത്തില്ലേ? റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ ആൾസോ നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ ഗ്ലൂ അല്ലെങ്കിൽ ജനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്നതോ? സിസേഴ്സ് ആയിട്ട് എൻസൈംസ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. ഇനി ഒട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് DNA ജനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്നത് ആരാ? DNA ലിഗേസ് ആണ്. എന്താണ് DNA ലിഗേസ്? ഇറ്റ് ഈസ് ദ എൻസൈം ദാറ്റ് കാറ്റലൈസസ് ദ ജോയിനിങ് ഓഫ് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA. അപ്പൊ DNA ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് DNA ലിഗേസ്, ആൾസോ നോൺ ആസ് മോളിക്കുലാർ ഗ്ലൂ ഓർ ജനറ്റിക് ഗ്ലൂ. നമ്മളിവിടെ പഠിച്ചത് മോളിക്കുലാർ സിസേഴ്സ്, അതായത് റെസ്ട്രിക്ഷൻ എൻസൈംസ് DNA ഫ്രാഗ്മെന്റ്സ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അഥവാ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. അത്രയും പഠിച്ചു വെക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Abnormal variation in the size of RBC is known as. Abnormal variation in the size of RBC is known as anisocytosis. എന്താണ് anisocytosis? പഠിച്ചതല്ലേ? ആണ്. Anisocytosis is the medical term for having red blood cells that are unequal in size. Normally a person's RBC should all be roughly the same size. Okay, this is commonly found in anemia and other blood conditions. അപ്പം എന്താണ് അനിസോസൈറ്റോസിസ്? നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതായത് അബ്നോർമൽ വേരിയേഷൻ സംഭവിക്കുക RBCന്റെ സൈസിൽ. ആ കണ്ടീഷനാണ് അനിസോസൈറ്റോസിസ്. അപ്പം നോർമൽ സൈസ് എന്താണ് ആക്ച്വലി RBCന്റെ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 7.2 മൈക്രോമീറ്റർ ആണ്. നോർമൽ സൈസ് ഓഫ് RBC ഈസ് 7.2 മൈക്രോമീറ്റർ. ഓക്കെ, പിന്നെ ഒരു പോയിന്റും കൂടി എക്സ്ട്രാ പറയട്ടെ. മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ ഈസ് ബേസ്ഡ് ഓൺ RBC ഇൻഡിസീസ്. RBCന്റെ അളവ് കുറയുന്നതാണല്ലോ അനീമിക് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ ഈസ് ബേസ്ഡ് ഓൺ RBC ഇൻഡിസസ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. Who gave the law of multiple proportions? ജോൺ ഡാൾട്ടൺ. ആരാണ്? ജോൺ ഡാൾട്ടൺ. കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ടു എലമെന്റ്സ് കമ്പൈൻസ് വിത്ത് ഈച്ച് അതർ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, ദ വെയ്റ്റ് ഓഫ് one element that combine with a fixed weight of the others are in a ratio of small whole numbers. ഓക്കെ, അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ മനസ്സിലാവും. ഏതാണ്? കാർബൺ ഓക്സിജനും ആയിട്ട് ചേരുകയാണ്. അതായത് രണ്ട് എലമെന്റ്സ് ആണല്ലോ ഇവിടെ കൂടിച്ചേരുന്നത്, കാർബണും ഓക്സിജനും. കാർബണിന്റെ വെയിറ്റ് ഫിക്സഡ് ആണ്, ഓക്സിജന്റെ വെയിറ്റ് മാറുന്നു. അപ്പൊ ഉണ്ടാവുന്ന രണ്ട് പ്രൊഡക്റ്റ് ആണ് നമുക്കറിയാം. കാർബൺ മോണോക്സൈഡും ഉണ്ടാകും, കാർബൺ ഡയോക്സൈഡും ഉണ്ടാവും അല്ലെ. CO കാർബൺ മോണോക്സൈഡ്, CO2 കാർബൺ ഡയോക്സൈഡ്, രണ്ടും ഡിഫറെന്റ് റേഷ്യോ ആണ് അല്ലെ. അപ്പം അത് നമുക്ക് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവും. നമ്മൾ +2 പഠിച്ചിട്ടില്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ജോൺ ഡാൾട്ടൺ ഓർത്ത് വെക്കുക. എന്തായിരുന്നു? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം.
Where do certain symbiotic microorganisms normally occur in the human body? Where do certain symbiotic microorganisms normally occur in the human body? ഇതാണ് cecum ആണ്. cecum ഏത് പാർട്ടാണ്? The cecum is a pouch within the peritoneum that is considered to be the beginning of large intestine. Beginning of large intestine. Where do certain symbiotic microorganisms normally occur in the human body? Answer cecum. cecum. അടുത്തതിലേക്ക് പോവാം. What is the pH of a lysosome? What is the pH of a lysosome? Answer acidic ആണ്. അപ്പോൾ 4.5 to 5 ആ റേഞ്ചിലാണ് pH വരുന്നത്. acidic ആണ്. 4.5 to 5. A lysosome is a membrane bound cell organelle that contains digestive enzymes. Lysosomes are involved in with the various cell processes. അപ്പം digestive enzymes കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ ആണ് നമ്മുടെ ലൈസോസോം. അതിന്റെ pH അസിഡിക് ആണ്. 4.5 to 5 റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റീകോംബിനന്റ് വാക്സിൻ. റീകോംബിനന്റ് വാക്സിൻ എന്താ വായിച്ചു നോക്കാം. റീകോംബിനന്റ് വാക്സിൻസ് ആർ മെയ്ഡ് യൂസിങ് ബാക്ടീരിയൽ ഓർ ഈസ്റ്റ് സെൽസ് ടു മാനുഫാക്ചർ ദ വാക്സിൻ. അപ്പം വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മൈൽഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ അല്ലെങ്കിൽ ഈസ്റ്റ് സെല്ലാണ് ഉപയോഗിക്കുന്നത്. എ സ്മോൾ പീസ് ഓഫ് DNA is taken from the virus or bacterium against which want to protect and inserted into the manufacturing cells. A small piece of DNA is taken from the virus or bacterium against which want to protect and inserted into the manufacturing cells. അപ്പം hepatitis B vaccine is an example of recombinant vaccine. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. റേഡിയൽ സിമ്മട്രി ഈസ് ഫൗണ്ട് ഇൻ. എന്താണ്? റേഡിയൽ സിമ്മട്രി ഈസ് ഫൗണ്ട് ഇൻ Coelenterata and Echinodermata. Coelenterata and Echinodermata. Zoology ആണ്. When any plane passing through the central axis divides the body of an organism into two equal halves, then the symmetry is radial symmetry. അപ്പം ഒരു പ്ലെയിൻ എന്താണ് ഒരു സെൻട്രൽ ആക്സിസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ബോഡീനെ, ആനിമൽ ബോഡീനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് റേഡിയൽ സിമ്മട്രി ആണെന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞ സീലൻഡ്രേറ്റും എക്കിനോഡെർമേറ്റയും. ആ സീലൻഡ്രേറ്റ എക്കിനോഡെർമേറ്റയ്ക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാ? എക്കിനോഡെർമേറ്റ വിഭാഗത്തിൽ വരുന്നതാണ് സ്റ്റാർ ഫിഷ്, സീ കുക്കുംബർ എന്ന് പറയുന്നത്. സീലൻഡ്രേറ്റിൽ വരുന്നതാണ് ജെല്ലി ഫിഷസ്. ജെല്ലി പല ഓറേലിയ, കുറച്ച് എന്തൊക്കെയോ ജെല്ലി ഫിഷസ് ഒക്കെ വരുന്നത് സീലൻഡ്രേറ്റയിലാണ് കേട്ടോ. അപ്പൊ എക്കിനോഡെർമേറ്റയും സീലൻഡ്രേറ്റയാണ് ആൻസർ. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാർ ഫിഷിൽ കണ്ടില്ല റേഡിയൽ സിമ്മട്രി, മറ്റേതിലും കാണിക്കുന്നുണ്ട്. അപ്പം വേറെ 3 ടൈപ്പ് ബാക്കി വരുന്ന സിമ്മട്രി ഏതാണ്? ആനിമൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബൈ 3 ടൈപ്സ് ഓഫ് ബോഡി പ്ലാൻ സിമ്മട്രി. ഏതൊക്കെയാണ്? റേഡിയൽ സിമ്മട്രി, ബൈലാറ്ററൽ സിമ്മട്രി ആൻഡ് അസിമ്മട്രി. ബൈലാറ്ററൽ സിമ്മട്രി ഇതിനകത്ത് കാണിക്കുന്നുണ്ടേ, പിന്നെ അസിമെട്രി ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് പഠിച്ചല്ലോ. അടുത്തതിലേക്ക് പോകാം. The protein coat of viruses that enclose the genetic material is called. The protein coat of viruses that enclose the genetic material is called എന്താണ്? capsid. എന്താണ്? capsid. അതൊക്കെ നമ്മൾ പഠിച്ചല്ലേ അല്ലേ? A capsid is the protein shell of a virus enclosing its genetic material. A primary function of the capsid is to protect the viral genome from environmental conditions and ultimately to deliver the genome to the interior of a homologous host cell. അപ്പോൾ capsid ഓർത്ത് വെക്കുക, വൈറസിന്റെ പ്രോട്ടീൻ കോട്ടാണ് കേട്ടോ. അടുത്തതിലേക്ക് പോകാം. A rice water stool is characteristic of patient infected with. അറിയുന്നതല്ലേ? എ റൈസ് വാട്ടർ സ്റ്റൂൾ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഷ്യന്റ് ഇൻഫെക്റ്റഡ് വിത്ത് ഏതാണ്? വിബ്രിയോ കോളറ അല്ലെങ്കിൽ കോളറ. വിബ്രിയോ കോളറ. കോളറ ഇസ് എ ബാക്ടീരിയൽ ഡിസീസ് യൂഷ്വലി സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ. ഓക്കെ, മലിനജലത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് കോളറ എന്ന് പറയുന്നത്. ദ സ്റ്റൂൾ ഈസ് വാട്ടറി വിത്ത് ഫ്ലെക്സ് ഓഫ് മ്യൂക്കസ് ആൻഡ് ഹാസ് ദ അപ്പിയറൻസ് ഓഫ് വാട്ടർ ഇൻ വിച്ച് റൈസ് ഹാസ് ബീൻ വാഷ്ഡ്. നമ്മൾ
അരി കഴുകി കഴിഞ്ഞ വെള്ളം എങ്ങനെ ഇരിക്കും, അതൊക്കെ അങ്ങനെയൊക്കെയാണ് സ്റ്റൂളിനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം വിബ്രിയോ കോളറയാണ് ആൻസർ. റൈസ് വാട്ടർ സ്റ്റൂൾ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഷ്യന്റ് ഇൻഫെക്റ്റഡ് വിത്ത് വിബ്രിയോ കോളറ. അടുത്തല്ലേ പോവാം. വിച്ച് ഫേജ് ഈസ് യൂസ്ഡ് ഫോർ ഫേജ് ഡിസ്പ്ലേ ടെക്നിക്? വിച്ച് ഫേജ് ഈസ് യൂസ്ഡ് ഫോർ ഫേജ് ഡിസ്പ്ലേ ടെക്നിക്? M13 M13 ആണ്. ഫേജ് ഡിസ്പ്ലേ ഈസ് എ ലബോറട്ടറി ടെക്നിക് ഫോർ ദ സ്റ്റഡി ഓഫ് protein peptide and protein DNA interactions that uses bacteriophages to connect proteins with the genetic information that encodes them. ഈ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ. അതാണ് ഫേജ് ഡിസ്പ്ലേ എന്താ സഹായിക്കുന്നത്? ഇറ്റ് അലൗ സയന്റിസ്റ്റ് ടു സ്റ്റഡി പ്രോട്ടീൻ ഇന്ററാക്ഷൻ ഓൺ എ ലാർജ് സ്കെയിൽ. അപ്പം അതാണ് എന്ത് ഫേജ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദ്യം എന്തായിരുന്നു? വിച്ച് ഫേജ് ഈസ് യൂസ്ഡ് ഫോർ ഫേജ് ഡിസ്പ്ലേ ടെക്നിക്? M13 M13. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ഫയേഴ്സ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ഫയേഴ്സ് ഏതാണ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വായിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിംഗ്വിഷേഴ്സ് ആർ ഫിൽഡ് വിത്ത് നോൺ ഫ്ലേമബിൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അണ്ടർ എക്സ്ട്രീം പ്രഷർ. കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ടു സ്പെസിഫിക് ഫയർ ക്ലാസ്സസ്. ഏതൊക്കെയാണ്? ക്ലാസ് ബി ആൻഡ് ഇലക്ട്രിക്കൽ ഫയേഴ്സ്. ഈ ക്ലാസ് ബി ഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താ ഉൾപ്പെടുന്നത്? ഫ്ലേമബിൾ ലിക്വിഡ് സച്ച് ആസ് ആൽക്കഹോൾ, ഈതർ, ഓയിൽ ആൻഡ് ഗ്രീസ്. ഇതൊക്കെയാണ് ക്ലാസ് ബി ഫയേഴ്സിൽ വരുന്നത്. അപ്പം ക്ലാസ് ബി ഫയറും ഇലക്ട്രിക്കൽ ഫയറും ആവുന്ന സമയത്താണ് നമ്മൾ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. B cells and T cells are two types of cells involved in. അറിയാലോ, B cells and T cells are two types of cells involved in acquired immunity. ഏതാണ്? acquired immunity. അപ്പോൾ അത് acquired immune system is a subsystem of the immune system that is composed of specialized systemic cells and processes that eliminate pathogens or prevent their growth. അപ്പോൾ രോഗകാരികളെ എലിമിനേറ്റ് ചെയ്യുക, അവരുടെ വളർച്ച തടയുക, ഇതന്നെയാണ് അക്വയർഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെയും ഫങ്ഷൻ. അത് നമ്മുടെ ടോട്ടൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു സബ് സിസ്റ്റം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ സ്വായത്തമാക്കുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ് അക്വയർഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, it is a type of immunity that develops when a person's immune system responds to a foreign substance or microorganism or that occur after a person receives antibodies from another source. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് ദാറ്റ് ഡെവലപ്സ് വെൻ എ പേഴ്സൺസ് ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ടു എന്താണ്? നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഫോറിൻ സബ്സ്റ്റൻസ്, മൈക്രോ ഓർഗാനിസംസ്, വൈറസ്, ബാക്ടീരിയ ഓർ അനദർ എനി ആൻറ്റിജൻസ്. ഓക്കെ, അതിനോട് നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായി വരുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ് അക്വയേർഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോവാം. Removal and killing of microorganisms is known as. Removal and killing, ശ്രദ്ധിക്കണേ, removal and killing of all microorganism is known as sterilization. വായിച്ചു നോക്കാം. Sterilization refers to any process that removes, kills or deactivate all forms of life and other biological agents such as prions present in or on a specific surface, object or fluid. Sterilization can be achieved through various means including heat, chemicals, irradiation, high pressure and filtration. അപ്പോൾ സ്റ്റെറിലൈസേഷൻ നമുക്ക് കേട്ടു പരിചയമുള്ള വാക്കാണ്. സ്റ്റെറിലൈസേഷനും ഡിസ്ഇൻഫെക്ഷനും രണ്ട് വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അതായത് ഞാൻ സ്റ്റെറിലൈസേഷന് ഒരു പോയിന്റ് പറഞ്ഞുതരാം. ദ മെത്തേഡ് ഓഫ് കില്ലിംഗ് ഓൾ മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് ദെയർ സ്പോർസ് ഈസ് നോൺ ആസ് സ്റ്റെറിലൈസേഷൻ. സിമ്പിൾ അല്ലേ? ദ മെത്തേഡ് ഓഫ് കില്ലിംഗ് ആണ് ഓൾ മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് ദെയർ സ്പോർസ് ഈസ് നോൺ ആസ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഡിസ്ഇൻഫെക്ഷൻ എന്താ? പോയിന്റ് പറയാം. ദ മെത്തേഡ് റെഡ്യൂസിങ്, എന്താണ് റെഡ്യൂസിങ്? അണ്ടർലൈൻ ചെയ്തോളാം. ദ നമ്പർ ഓഫ് പാത്തോജൻസ് ഫ്രം എനി ആർട്ടിക്കിൾ, സർഫസ് ഓർ മീഡിയം ഈസ് ഡിസ്ഇൻഫെക്ഷൻ. അപ്പം
കില്ലിംഗ് ആണെങ്കിൽ സ്റ്റെറിലൈസേഷൻ, റെഡ്യൂസിങ് ആണെങ്കിൽ ഡിസിൻഫെക്ഷൻ. വ്യത്യാസം മനസ്സിലായല്ലോ? അങ്ങനെ തന്നെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അടുത്തല്ലേ പോവാം. ഇൻക്രീസ് ദ നമ്പർ ഓഫ് RBC ഇൻ യൂറിൻ ഈസ് കോൾഡ്. പഠിച്ചാലേ ഹെമറ്റൂറിയ. നമ്മൾ കുറേ യൂറിയ ടേമുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ യൂറിൻ്റെ. അപ്പോൾ ഹെമറ്റൂറിയ is the presence of blood in a person's urine. Gross hematuria produces pink or red colored urine due to the presence of red blood cells. കൂടുതലൊന്നും പറയാനല്ല. ഹെമറ്റൂറിയ ഇൻക്രീസ് ദ നമ്പർ ഓഫ് RBC ഇൻ യൂറിൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഐഡിയൽ ആന്റികോയാഗുലന്റ് ഫോർ വിൻട്രോബ്സ് മെത്തേഡ്. വിൻട്രോബ്സ് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. മോസ്റ്റ് ഐഡിയൽ ആന്റികോയാഗുലന്റ് ഫോർ വിൻട്രോബ്സ് മെത്തേഡ് ഓഫ് PCV ഡിറ്റർമിനേഷൻ ഏതാണ്? ഡബിൾ ഓക്സലേറ്റ് ആണ്, പറഞ്ഞതാണ് കേട്ടോ. പൊട്ടാസ്യം ഓക്സലേറ്റ് ആൻഡ് അമോണിയം ഓക്സലേറ്റ് ആർ യൂസ്ഡ് ടുഗദർ ഇൻ എ റേഷ്യോ 2:3. ദിസ് ഈസ് ഡൺ to counter the swelling effect of ammonium oxalate and shrinkage effect of potassium oxalate on the RBC. അപ്പോൾ most ideal anticoagulant for Wintrob's method of PCV determination is double oxalate. അപ്പോൾ നമ്മൾ പാർട്ട് 17 എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ തൊഴിൽ വാർത്ത